എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. Skywave Water and Amusement Park, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. ശോഭിക വെഡിങ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. കോഴിക്കോട് കക്കാടംപൊയിലുള്ള ഏദൻ ഗാർഡൻ. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. ചാലിയാർ പഞ്ചായത്തിലെ പെരുമുണ്ട മാട്ടട ശങ്കരൻ നായർ റോഡുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി, പ്രദേശവാസികൾ തുടങ്ങിയവരിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു. ഇന്ന് രാവിലെ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലെത്തിയാണ് ഇവർ വിവരങ്ങൾ നൽകിയത്. സ്ഥലം ഉടമയെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നുവെങ്കിലും ഇവർ എത്തിയില്ലെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. പെരുമുണ്ട മാട്ടട ശങ്കരൻ നായർ റോഡുമായി ബന്ധപ്പെട്ട് ചാലിയാർ ഗ്രാമപഞ്ചായത്ത് നടപടി ശക്തമാക്കിയിരുന്നു. കയ്യേറ്റം ഒഴിപ്പിച്ച് റോഡ് വീണ്ടെടുക്കാനുള്ള ശ്രമത്തെ സ്ഥലം തന്റേതാണെന്നും കോടതി വിധി തങ്ങൾക്ക് അനുകൂലമാണെന്നും കാണിച്ച് സ്ഥലം ഉടമ എതിർക്കുകയും ചെയ്തു. വഴിയുമായി ബന്ധപ്പെട്ട് ഇരുകൂട്ടരും തമ്മിൽ തർക്കം നിലനിൽക്കുകയാണ്. ഇതിനിടെ പോലീസ് ഇടപെട്ട് പ്രവൃത്തി നിർത്തിവെപ്പിക്കുകയും ചർച്ചയ്ക്കായി നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ, സെക്രട്ടറി അനീഷ്, സ്ഥിരം സമിതി അധ്യക്ഷൻ തോണിയിൽ സുരേഷ്, നാട്ടുകാർ എന്നിവർ സ്റ്റേഷനിലെത്തി വിവരങ്ങൾ കൈമാറി. എന്നാൽ സ്ഥലം ഉടമ ലക്ഷ്മി എത്തിയിരുന്നില്ല. പഞ്ചായത്തിന്റെ 1987 ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെട്ട റോഡാണിതെന്നും 12 വർഷത്തിന് മുകളിലായി ഇത് പൂർണ്ണമായും സ്ഥലം ഉടമ കയ്യേറി വെച്ചിരിക്കുകയാണെന്നും പഞ്ചായത്ത് സെക്രട്ടറി അനീഷ് പറഞ്ഞു. 3 വ്യക്തികൾക്ക് നേരെയുള്ള കേസിന്റെ പുറത്താണ് സ്റ്റേ ഉണ്ടെന്നും കാണിച്ച് ഇത്രയും നാളായി നാട്ടുകാരെ ഇവർ പറ്റിക്കുകയായിരുന്നുവെന്നും സെക്രട്ടറി പറയുന്നു. പട്ടയത്തിൽ തന്നെ 50 സെന്റ് ഭൂമി മാത്രമേ അവർക്കുള്ളൂ. റീസർവേ പ്രകാരം ഇതിൽ 64 സെന്റ് സ്ഥലമുണ്ട്. ബാക്കിയുള്ള സ്ഥലം ക്ഷേത്രത്തിനും വഴിക്കും വേണ്ടി മുൻപ് കോവിലകം വിട്ടു നൽകിയതാണെന്നും അറിയാൻ സാധിച്ചിട്ടുള്ളതെന്നും പഞ്ചായത്ത് ആസ്തി രജിസ്റ്ററിലുള്ള സ്ഥലം കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് വില കൊടുത്തും തിരിച്ചെടുക്കുമെന്നും സെക്രട്ടറി പറഞ്ഞു. നമ്മുടെ പഞ്ചായത്തിൻ്റെ 1987 ആസ്തി രജിസ്റ്റർ പ്രകാരം ഉൾപ്പെട്ട റോഡാണ്. ഈ റോഡ് 12 വർഷത്തിന് മേലെയായിട്ട് പൂർണ്ണമായിട്ട് അവർ കയ്യേറി വെച്ചിരിക്കുകയാണ്. ശരിക്കും അവർക്ക് പഞ്ചായത്തുമായിട്ട് യാതൊരു കേസോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. 3 വ്യക്തികൾക്കെതിരെയുള്ള കേസിൻ്റെ പുറത്താണ് അവർ ഇത്രയും നാൾ ഈ നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചുകൊണ്ട് സ്റ്റേ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചപ്പോഴേക്കും ഇവർക്ക് പട്ടയത്തിൽ തന്നെ 50 സെൻറ്റ് ഇവർക്ക് പറഞ്ഞിട്ടുള്ളൂ. നിലവിലിപ്പോൾ റീസർവേ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇവർക്ക് 64 സെൻറ്റ് ഒരു സ്ഥലമുണ്ട്. ഈ സ്ഥലങ്ങളെല്ലാം തന്നെ ഇവർ 50 സെൻറ്റ് കഴിഞ്ഞ് ബാക്കി വരുന്ന സ്ഥലങ്ങൾ മൊത്തം തന്നെ ക്ഷേത്രത്തിനും വഴിക്കും വേണ്ടി പണ്ട് കോലം വിട്ടുകൊടുത്താണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ പഞ്ചായത്തിൻ്റെ ആസ്തി അങ്ങനെ കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് വില കൊടുത്ത് നമ്മൾ ഈ തിരിച്ചെടുക്കുക തന്നെയും അതിനകത്ത് ഏതറ്റം വരെ പോകാനും പഞ്ചായത്ത് ഭരണസമിതിയും കൂടെ നിൽക്കുമെന്നുള്ള എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ എല്ലാ രേഖകളോടും കൂടി സ്റ്റേഷൻ നിയമപരമായിട്ടുള്ള മാർഗ്ഗത്തിലൂടെ ഒരിക്കലും കായികമായിട്ട് നമ്മൾ പോകണമെന്ന് ആവശ്യമില്ല. ജനങ്ങളെ വരെ നമ്മൾ പിന്തിരിപ്പിച്ചുകൊണ്ട് കായികമായിട്ട് പോകണ്ട, നിയമപരമായിട്ട് പോയി നമുക്ക് നേടാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ നിയമപരമായിട്ടുള്ള നടപടികളും പൂർത്തീകരിച്ചുകൊണ്ട് പോകുന്നത്. അതിനോടൊപ്പം തന്നെ ഈ ലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയെ പോലീസ് സ്റ്റേഷനിൽ ചർച്ചയ്ക്ക് വിളിച്ചപ്പോഴും അവർ വരാത്ത സാഹചര്യം നിലവിലുള്ളത്. പോലീസുകാർ തന്നെ മടുത്തിരിക്കണം ഇറങ്ങുന്നത്. ആ ഒരു സാഹചര്യം നിലവിലുള്ളത്. സ്ഥലം ഉടമയെ ചർച്ചയ്ക്കായി ഇന്നും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നതായും കത്ത് നൽകി വിളിച്ചിട്ട് പോലും അവർ പങ്കെടുത്തില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ പറഞ്ഞു. പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിലുള്ള റോഡ് സംരക്ഷിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലക്ഷ്മി ചേച്ചൻ ഇന്നും ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. പല തവണ വിളിച്ചിട്ടും പല തവണ കത്തുകൾ കൊടുത്ത് വിളിച്ചിട്ടും അത് മുപ്പത്തേരും പങ്കെടുത്തില്ല ഈ പരിപാടി. അത് നമ്മളെ റോഡ് എന്തായാലും നമ്മൾ പഞ്ചായത്തിന് ആസ്തിയുള്ള റോഡാണ്. അതെന്തായാലും റോഡ് എന്തായാലും ഞങ്ങൾ റോഡ് കൊണ്ടുതന്നെ മുമ്പോട്ട് പോകും. സ്ഥലം ഉടമയ്ക്ക് അവരുടെ ഭൂമി അവർക്ക് അളന്ന് തിട്ടപ്പെടുത്താവുന്നതേയുള്ളൂവെന്നും സ്ഥലം അളക്കുവാൻ വില്ലേജിൽ അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും എത്രയും പെട്ടെന്ന് സ്ഥലം വീണ്ടെടുത്ത് റോഡ് പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കുക എന്നുള്ളതാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യമെന്നും സ്ഥിരം സമിതി അധ്യക്ഷൻ തോണിയിൽ സുരേഷ് പറഞ്ഞു. അവരുടെ ഭൂമി കയ്യേറി റോഡ് വെട്ടി അവരുടെ മരങ്ങളെല്ലാം നശിപ്പിച്ചു എന്നുള്ള സ്ഥലം ഉടമയുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ഒരു ഘട്ടത്തിലും അവരുടെ ഭൂമിയിലേക്ക് കടന്നിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ നാട്ടുകാർ ഒന്നിച്ചാണ് നീങ്ങുന്നതെന്നും തോണിയിൽ സുരേഷ് പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിലുള്ള ഒരു റോഡാണത്. അവിടെ ആ റോഡ് കയ്യേറ്റം ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമപരമായ എല്ലാ മാർഗങ്ങളും നോക്കിയതിന് പുറമെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സമവായത്തിൻ്റെ ചർച്ചകൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും വില്ലേജ് ഓഫീസറും പോലീസ് അധികാരികളും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ബാലിശമായ നിലപാടാണ് ശ്രീമതി ലക്ഷ്മി സ്വീകരിക്കുന്നത്. അത് നമുക്ക് അനുവർത്തിക്കാൻ പറ്റില്ല. പഞ്ചായത്തിൻ്റെ പൊതു അസറ്റ് വീണ്ടെടുക്കേണ്ടത് വളരെ അനിവാര്യമാണ്. അപ്പോൾ ആ അനിവാര്യത മുൻനിർത്തിക്കൊണ്ടാണ് ഇന്ന് ഏറ്റവും അവസാനം ഇന്ന് പോലും
ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് പോലീസ് വിളിച്ചിരിക്കുകയാണ്. ഞങ്ങൾ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ വന്നപ്പോൾ ഈ പറയുന്ന കക്ഷിക്കാർ ഇവിടെ എത്തിയിട്ടില്ല. ആര് ചർച്ചയ്ക്ക് വിളിച്ചാലും വരുന്നില്ല. ഏത് രീതിയിലുള്ള അഭിപ്രായ നിർദ്ദേശങ്ങൾക്കും ഒരു ഉദ്യോഗസ്ഥരുടെ മുമ്പിലേക്കും അവർ വരുന്നില്ല. അവരൊരു ബാലിശമായ നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. ഇത് യഥാർത്ഥത്തിൽ അവരുടെ ഭൂമി കയ്യേറ്റമല്ല. അവരുടെ ഭൂമി അവർക്ക് അളന്ന് തിട്ടപ്പെടുത്താവുന്നതേ ഉള്ളൂ. ഒരു ഇഞ്ച് പോലും ഭൂമി അവരുടെ കയ്യേറിയിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ട വില്ലേജ് അധികാരികൾ പറയട്ടെ. വില്ലേജിൽ അതടക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വില്ലേജും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തും പോലീസും ജനപ്രതിനിധികളും എല്ലാവരും കണ്ണിൽ പൊടിയിട്ട് പഞ്ചായത്തിൻ്റെ പൊതു അസറ്റ് കൈവശം വെച്ച് മുന്നോട്ട് പോകുന്നതിന് അനുവദനീയമല്ല. മാത്രമല്ല അത് എത്രയും പെട്ടെന്ന് പഞ്ചായത്തിൻ്റെ ആസ്തിയിലെ റോഡ് വീണ്ടെടുക്കുകയും പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ലക്ഷ്യം. അല്ലാതെ ലക്ഷ്മി കഴിഞ്ഞ ദിവസം ഒരു വാർത്താ ചാനൽ പറഞ്ഞതുപോലെ അവരുടെ ഭൂമി കയ്യേറി റോഡ് വെട്ടി അവരുടെ മരങ്ങളെല്ലാം നശിപ്പിച്ചു എന്നുള്ളത് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണമാണ്. മാത്രമല്ല രേഖകൾ പരിശോധിക്കാവുന്നതാണ്. അവരുടെ ഭൂമിയിലേക്ക് ഒരു ഘട്ടത്തിലും കടന്നിട്ടില്ല. ഇത് നേരത്തെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ കോവിലകം വക ക്ഷേത്രവും കോവിലകം വക റോഡും ആ ബഹുജനങ്ങൾക്ക് വർഷങ്ങളായിട്ട് ഉപയോഗിച്ചു വരുന്നതുമാണ്. അവിടെയുള്ള കർഷകർ, ഭൂവുടമസ്ഥർ, ഗുണഭോക്താക്കൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഈ കാര്യത്തിൽ ചെയ്തിട്ടുള്ളതാണ്. ഇതിനൊക്കെ അപ്പുറം ആ വാർഡിലെ ഗ്രാമസഭയിൽ ഇത് വിശദമായി ചർച്ചയ്ക്ക് വന്നതാണ്. ഐക്യകണ്ഠേന പാസ്സായിട്ടുള്ള പ്രമേയമുണ്ട്. ആ റോഡ് വീണ്ടെടുക്കണമെന്നാണ് അവിടുത്തെ അപാലവൃതം ആളുകളുടെയും ആവശ്യം. ആ ആവശ്യത്തോടൊപ്പം ഗ്രാമപഞ്ചായത്ത് നിലകൊള്ളുമെന്ന് സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കൂടുതൽ ചർച്ചയ്ക്ക് ഗ്രാമപഞ്ചായത്തും അധികാരികളും പോലീസും വില്ലേജും എല്ലാം റെഡിയാണ്. പക്ഷേ ചർച്ചയ്ക്ക് ലക്ഷ്മിയാണില്ലാത്തത്. ഈ പറയുന്ന ലക്ഷ്മിയും കൂട്ടരുമാണ് ചർച്ചയ്ക്കില്ലാത്തത്. എന്താ ചർച്ചയ്ക്കില്ലാത്തതിൻ്റെ കാരണം? യഥാർത്ഥത്തിൽ ആ റോഡ് കയ്യേറി അവരുടെ സ്വത്താക്കി അതിന് പട്ടയം കിട്ടുന്നതിന് വേണ്ടി വില്ലേജിൽ അപേക്ഷ കൊടുത്തതിൻ്റെ രേഖ പോലുമുണ്ട്. അപ്പോൾ അധികമുള്ള റോഡിൻ്റെ ഭൂമി കൂടി പട്ടയം വാങ്ങുന്നതിനുള്ള ശ്രമം അവിടുത്തെ നാട്ടുകാരടക്കമുള്ള ആളുകൾ തടഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ലക്ഷ്മിയുടെ ഭൂമിയിലേക്കോ ലക്ഷ്മിയുടെ വസ്തുവകകളോ ലക്ഷ്മിയുടെ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ കയ്യേറുന്നതിനോ നടപടി സ്വീകരിക്കുന്നതിനോ അവിടെയുള്ള ആളുകളോ ഈ പറയുന്ന സെക്രട്ടറിയോ വില്ലേജ് ഓഫീസറോ പോലീസ് അധികാരികളോ ആരും അതിന് കൂട്ടുനിന്നിട്ടില്ല എന്ന് മാത്രമല്ല കയ്യേറ്റം നടന്നിട്ടുമില്ല. നിലവിലെ റോഡുകൾ സംരക്ഷിക്കേണ്ടതുണ്ട്. അടുത്ത ഘട്ടം നമ്മൾ അവിടെ ആ റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ്. അത് കൃത്യമായിട്ട് റോഡ് സ്ഥായിയായ രീതിയിൽ നിർമ്മിച്ച് മുന്നോട്ട് പോകുന്നത് വരെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഈ കാര്യത്തിൽ ജനങ്ങളോടൊപ്പം ഉണ്ടാകും. അവിടുത്തെ പൊതുവായിട്ടുള്ള ആസ്തി സംരക്ഷണമാണ് അതിനോടൊപ്പം ഉണ്ടാകുമെന്നാണ് ഈ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. എന്നാൽ ഇക്കാര്യത്തിൽ കോടതി പ്രകാരം മുന്നോട്ടു പോകുമെന്ന് ലക്ഷ്മി പറയുന്നു. പ്രശ്നപരിഹാരത്തിന് വ്യക്തമായ ഒരു നടപടിയിലേക്ക് പഞ്ചായത്ത് നീങ്ങുമോ എന്നാണ് കാത്തിരിക്കേണ്ടത്. 1987 മുതൽ പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിലുള്ള റോഡ് എങ്ങനെ വീണ്ടെടുക്കുമെന്ന ചോദ്യത്തിന് പഞ്ചായത്ത് അധികൃതർ തന്നെയാണ് മറുപടി നൽകേണ്ടത്. എ+ വിഷൻ, ചാലിയാർ. കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടംപൊയിലിൽ അപൂർവതയുടെ വിസ്മയം മിഴിതുറക്കുന്നു. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്. ഇത് നിങ്ങൾക്ക് നൽകും ആസ്വാദനത്തിന്റെ വേറിട്ട അനുഭവം. ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ്. ടോപ്പ് സ്പിൻ, റിവോൾവിംഗ് ടവർ, ഡിസ്കോ മാജിക് കോസ്റ്റർ, അക്വാ ലൂപ്പ് റോക്കറ്റ്, വേവ് പൂൾ, ഫാമിലി പൂൾ, കിഡ്സ് പൂൾ, അഡൽട്ട് പൂൾ, ചിൽഡ്രൻ സ്പ്ലാഷ്, ഫാമിലി സ്പ്ലാഷ് സ്ലൈഡ്, ഓപ്പൺ ബോഡി സ്ലൈഡ്, ക്ലോസ്ഡ് ബോഡി സ്ലൈഡ്, 16D തിയേറ്റർ, ചിൽഡ്രൻസ് പാർക്ക്, സിപ്പ് ലൈൻ, സിപ്പ് സൈക്കിൾ, ഫ്ലൈ കാർപ്പറ്റ് തുടങ്ങി 60ഓളം റൈഡുകളുടെ വിസ്മയ ലോകമൊരുക്കി സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം.